അവൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യവും ശരിയാവും. അവൻ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും അവരവരെ തോന്നിയാസോ. പ്ലീസ് ദൈവമേ, ചേട്ടൻ പെട്ടെന്ന് തിരിച്ചു വരണം. അമ്മോ, എന്താ ചേച്ചി ഒച്ച ഉണ്ടാക്കിയേ? എന്റെ കാല് ട്വിസ്റ്റ് മോളെ. അതിനാണോ ഇത്രയും സൗണ്ട് ഉണ്ടാക്കി? എനിക്ക് എത്ര വേദനിച്ചെന്ന് അറിയാമോ? വായില് വേദാന്തേട്ടന്റെ പേര് പറയാനും വേണ്ടി വേദനിച്ചു അല്ലേ? വേദാന്തെന്നോ? അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ താങ്കൾ എപ്പോഴും തന്റെ സംബന്ധക്കാരന്റെ ചിന്തയിലായിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ എന്താ കഴിച്ചത് കൂടിപ്പോയോ? ചേച്ചി, നിനക്ക് വേദനിച്ചപ്പോ നീ അമ്മയുടെ പേരല്ല വിളിച്ചത്, വേദാന്തേട്ടന്റെ പേരാ വിളിച്ചത്. വേദാന്തെന്നോ? ഒരു സംശയവും വേണ്ട, ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഉറക്കെയാണോ കൂവിയത്? ശബ്ദത്തിന്റെ തീവ്രത എത്രയായിരുന്നു അളന്നില്ല മുതുക്കി. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ ചെവി കൊണ്ട് നന്നായിട്ട് കേട്ടു. അപ്പൊ അത് അമ്മയും കേട്ടു കാണില്ലേ? അറിഞ്ഞൂടാ, നിക്ക്, ഞാൻ പ്രമീയുടെ അടുത്ത് പോയി മുതുക്കി വേദാന്ത് എന്ന് വിളിച്ചത് കേട്ടോന്ന് ചോദിച്ചിട്ട് വരാം. ഉള്ളത് പോരാ, നിന്റെ തലവേദന കൂടെ ഒന്ന് മിണ്ടാതിരിക്കെ. ഇനി ഒരു പ്രാവശ്യം എന്റെ തലയിലടിച്ചാ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, കേട്ടോടി. അതിത് ചേച്ചി, അമ്മ ചേച്ചിയുടെ മനസ്സെന്നറിയാൻ വേദാന്തേട്ടനാണെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ വേദന എടുത്തപ്പോഴും അവരുടെ പേര് തന്നെ വന്നത്. അവിടെ വേദാന്തേട്ടനും നമ്മുടെ മുതുക്കിയെ തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. അവിടെ ആക്ഷനും ഇവിടെ റിയാക്ഷനും. അയ്യോ എടി മുതുക്കി, എപ്പോഴും ഇങ്ങനെ ആ കഴുതനെ അടിച്ചോണ്ടിരിക്കുക കേട്ടോ. അയ്യോ ദൈവമേ, എന്റെ വേദാന്തം നന്നായിരിക്കണേ. മക്കളെ, എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. കൈയെടുക്കടി മാരക്കഴുതേ, ഒന്ന് ക്ഷമിക്ക്. ആദ്യം നമ്മുടെ മുതുക്കി ടേസ്റ്റ് ചെയ്യട്ടെ, അവൾ ഇതിൽ എക്സ്പേർട്ടാ. താമേ വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ, എന്നിട്ട് ഇവളൊന്നും പറയുന്നില്ലല്ലോ. എടി മുതുക്കി, വാ തുറക്ക്. പറയാനൊന്നും കിട്ടുന്നില്ല മോളെ. സ്വർഗത്തിന്റെ 2 പീസാക്കിട്ട് ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ചതുപോലെ ഉണ്ട്. അറിഞ്ഞോ, പ്രമീളയുടെ പിസ്സ വമ്പൻ ഹിറ്റായി. റിലീസിന് മുന്നേ പ്രീമിയർ ഷോയിലെ മാസ് ഹിറ്റായി. ആന്റി, ഓ വരൂ സാഹിത്യ. ഇന്ന് എന്തു പറ്റിയ ആന്റി? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീ നന്നായി ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം. ആ അമൂല്യയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുവല്ലേ? അവളുടെ ജോലിയെന്ന് മാത്രമല്ല, സ്റ്റോറിന്ന് തന്നെ അവളെ വലിച്ചു കയറി കളഞ്ഞിരിക്കുക. അവളൊക്കെ എന്നെ എന്ത് ചെയ്യാനാ? ഗാർഡനിൽ അഴുക്ക് വരാൻ ഞാൻ സമ്മതിക്കുവോ? ഗുഡ് സാഹിത്യ. ഇപ്പോഴേ എന്റെ മരുമകളാകാൻ നിനക്ക് യോഗ്യതയുണ്ടായത്. ഒരു മിനിറ്റ്. ഈ വീട്ടിലെ മരുമകളാകാൻ എനിക്ക് എപ്പോഴും അർഹതയുണ്ട്. നിങ്ങൾ മറന്നു എന്നാ തോന്നുന്നേ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്റെ ചേട്ടന്റെ ഹെൽപ്പോട് കൂടി കിഡ്നാപ്പ് ചെയ്ത ദിവസം തന്നെ എനിക്ക് അർഹതയുണ്ടായിരുന്നു.
യെസ്, യു ആർ റൈറ്റ്. അമ്മേ, നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുക്കറിട്ട് വേവിച്ചെടുക്ക്. അത് നീ തന്നെ ചെയ്യുമല്ലോ അല്ലേ? ഞാൻ ഇതിന്റെ പാക്കിംഗ് ജോലി ഏറ്റെടുക്കാന്നാ വിചാരിച്ചിരുന്നെ. കുഴപ്പമില്ല, വിട്ടേക്ക്, ഞാൻ ഉണ്ടാക്കാം. ഓ വേണ്ട വേണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാം. ഈ പാക്കിംഗ് ഒന്നും എനിക്കറിയില്ല എന്റെ അമ്മോ. ആ അമ്മു, ഇന്ന് നിനക്ക് ഓഫീസിലൊന്നും പോകണ്ടേ? ഇന്ന് നീ ലീവ് എടുത്തല്ലേ? അമ്മേ, ഇത്രയും വലിയ ഓർഡർ വെച്ചിട്ട് എക്സ്പോർട്ട് ഓഫീസിലേക്ക് നമ്മൾ തന്നെ പറഞ്ഞയച്ചാ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുമെന്ന്. ലീവ് എടുക്കാവോന്ന് ഞാൻ ചോദിച്ചു, അതുകൊണ്ട് ലീവ് എടുത്തിരിക്കുക. ഓ അങ്ങനെയാണോ? എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുമായിരിക്കും. ഓട്ടെ വിട്. എല്ലാവർക്കും കൂടി ചേർന്ന് പാക്കിംഗ് ചെയ്യാം. ഞാൻ ഡെലിവറി നോക്കിക്കോളാം. അത് അറിയാവുന്ന കാര്യമല്ലേ, വലിയ ബിൽഡപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ആരതി, നീ എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്നോട് ക്ഷമിക്കമ്മേ, അമ്മയ്ക്ക് വല്ല കോഫി വല്ലതും വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാന്ന് ഞാൻ കരുതിയില്ല. നീ എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. എന്റെ റൂമിലേക്ക് 2 ജ്യൂസും ഉണ്ട്, ഞങ്ങൾ അവിടെ ഉണ്ടാവും. ശരി അമ്മേ. ആരതി, ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നിടത്തേക്ക് ഡോറൊന്ന് നോക്ക് ചെയ്തിട്ട് വേണം വരാൻ, മനസ്സിലായോ? ശരി അമ്മേ. വരൂ, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. വേദാന്തിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയും. നിന്റെ ആൾക്കാരെ കൊണ്ട് അവന് ഒരു രീതിയിലും പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നടക്ക. കുറെ നേരമായിട്ട് ഫോൺ വന്നോണ്ടേയിരിക്കുകയാണല്ലോ. ഓ, ചേട്ടനാണോ വിളിക്കുന്നേ? ആ പറ ചേട്ടാ. അമൂല്യ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാം, നീ എന്താ കോൾ എടുക്കാത്തെ? സോറി ചേട്ടാ, ഞാൻ വേറെ കുറച്ച് ജോലിയിൽ തിരക്കായിരുന്നു, കേട്ടില്ല. ശരി, നീ ഇപ്പൊ തന്നെ പുറപ്പെട്. പക്ഷെ റാണി എടുത്തിട്ട് വരണ്ട, ഓട്ടോയിൽ വന്നാ മതി. ഈ സമയത്തോ? എവിടേക്കാ ചേട്ടാ? ഓഫീസിലേക്ക്. അമൂല്യ, എന്തിനാ ചേട്ടാ, എന്തു പറ്റി? ഞാൻ എന്തിനാ ഇപ്പൊ ഓഫീസിലേക്ക് വരുന്നേ? നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ വേറൊരു പ്രശ്നവും ഇല്ല. ഈ കാര്യത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ ഇങ്ങോട്ട് വന്നാ മതി. സോറി ചേട്ടാ, ഞാൻ വരുന്നില്ല. അവിടെ ഇപ്പൊ വേദാന്തം ഇല്ല. ഇത്രയൊക്കെ നടന്ന ശേഷം എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല. അതുമാത്രമല്ല, ഇനി അവള് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അവളുടെ അടുത്ത് നാണം കെടാനൊന്നും ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അമൂല്യ. ഹലോ റൗഡി കൊച്ചേ, ഞാൻ വിക്കിയാ സംസാരിക്കുന്നേ. ഇപ്പൊ നടന്ന കാര്യം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, അതിനൊരു സൊല്യൂഷനും ഉണ്ട്. നീ ആദ്യം ഓഫീസിലേക്ക് ഒന്ന് പോ. സോറി ചേട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. തോന്നുന്നില്ലെങ്കിൽ തോന്നലുണ്ടാക്ക്. ഇപ്പോ നീ ഇവിടെ ഉണ്ടാവേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്നും പറയണ്ട, നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നു. ചേട്ടാ, ഞാൻ പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? ആ സാഹിത്യം എന്നെ കാണുമ്പോ തന്നെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഇത്രയും നാളും കേട്ടത് തന്നെ എനിക്ക് മതിയായി. ഇനി ഞാൻ അങ്ങോട്ട് വന്നിട്ട് ആ സാഹിത്യയുടെ വായിലിരിക്കുന്നത് കേൾക്കാനും എന്നിട്ട് നാണം കെടാനാണോ എന്നെ വിളിക്കുന്നേ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും മൂല്യ. പക്ഷേ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ നീ ഇവിടെ വന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ. പ്ലീസ് ഡാ, എനിക്ക് വേണ്ടെങ്കിലും ഒന്ന് വാ. നിന്റെ ചേട്ടൻ ഓർത്തെങ്കിലും ഒന്ന് വാ. അതൊന്നും അല്ലെങ്കിൽ നീ എന്റെ ചേട്ടനെ വേണ്ടെങ്കിലും വന്നേ പറ്റുള്ളൂ. എന്താ മിണ്ടാതിരിക്കുന്ന അമൂല്യ, പ്ലീസ് ഒന്ന് വേഗം വാ. ശരി ചേട്ടാ, ഞാൻ വരാം. അവള് വരാന്ന് പറഞ്ഞു.
പേസ്റ്റിന്റെ അംബാസിഡർ ആണോ നീ? ഈ കേടായ പല്ലൊക്കെ കാണിക്കാൻ മാത്രം ഇവിടെ എന്ത് പറ്റി? എന്റെ വായ, എന്റെ പല്ല്, എന്റെ സ്മൈല്, എന്റെ ഇഷ്ടം. എനിക്കെന്താ ആക്ച്വലി റീസണേ ഇല്ല. നിക്ക്, ഇങ്ങനെ ഡ്രാമയൊന്നും വേണ്ട. ഇപ്പൊ എന്താ കാര്യം പറയുന്നുണ്ടോ അതോ ഇല്ലയോ? നിങ്ങൾ എന്തിനാ ഇത്ര ചെറിയ കാര്യമൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നേ? എന്തോ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന പോലെ കണ്ണാടി നോക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ ചിരി വന്നത്. എന്റെ റൂം, എന്റെ കണ്ണാടി, എന്റെ മുഖം, നിനക്കെന്താ പ്രശ്നം? നീ വെറുതെ എന്റെ റൂമിന്റെ അടുത്ത് കറങ്ങി നടക്കണ്ട. അതൊക്കെ ശരി, നിങ്ങൾ എന്തിനാ വേദാന്തേട്ടൻ വീട്ടിൽ വരുമ്പോഴൊക്കെ എസ്കേപ്പ് ആവുന്നേ? കംപ്ലൈന്റ് കൊടുത്ത് അന്വേഷിക്കേണ്ട പോലെയല്ലേ എസ്കേപ്പ് ആവുന്നേ? നിന്നോടാരാ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആര് പറയണമെന്നാ? അതിനെ ദൈവം എനിക്ക് കണ്ണും മൂക്കും വായും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഒബ്സർവേഷൻ റിസൾട്ട് ഇത്, കോപ്പി പേസ്റ്റ് അല്ല. ഓ സ്വപ്നം, ഞാൻ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. വെറുതെ ചോദിക്കാനേ എനിക്ക് ഭ്രാന്ത് ഇല്ല. നിങ്ങളെ അങ്ങനെ ചെയ്യുന്നേ. വേദാന്തേട്ടൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എസ്കേപ്പ് ആവും. ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് വെറും കോയിൻസിഡൻസ് ആണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിലെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. തീർച്ചയായും എന്തോ ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്യ. നിങ്ങളുടെ ID കാർഡ് കാണിക്കും മാം. കമ്പനിയുടെ MD ആയ എന്നോട് ID കാർഡ് ചോദിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? കമ്പനിയിൽ എന്താ നടക്കുന്നെന്നുള്ള സെൻസ് ഉണ്ടോ നിനക്ക്? ഇതുപോലെ അധിക പ്രസംഗം കാണിച്ചാ നിന്റെ ജോലി പോകും, അത്ര തന്നെ. ഞാൻ ആ ഓർഡർ ഫോളോ ചെയ്യാണ്, അത്രേ ഉള്ളൂ മാഡം. വാട്ട് നോൺസെൻസ്! ഓർഡർ പാസ് ചെയ്യുന്നത് ഞാനാ. എന്നേക്കാൾ മുകളിൽ ഓർഡർ പാസ് ചെയ്യാൻ വേറെ ആരാ എവിടെ ഉള്ളത്? ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യു വിൽ പേ ഫോർ ദിസ്. ഇപ്പൊ അമൂല്യ മാഡം ആണ് പുതിയ MD. എല്ലാ എംപ്ലോയീസിനും സർക്കുലർ പാസ്സാക്കിയിട്ടുണ്ട്. അമ്മ എന്താ എഴുതുന്നേ? രാമനാമം എഴുതുമോ മോളെ? രാമനാമമോ? വ്രതം ഇരിക്കാൻ പോവാണോ? അങ്ങനെ തന്നെയാണെന്ന് കരുതിക്കൂ. നമ്മുടെ ആരതിക്ക് നല്ലൊരു ബന്ധം കിട്ടിയ പോലെ നമ്മുടെ അമ്മൂന് നല്ലൊരു ഭർത്താവ് കിട്ടണമെന്ന് ഞാനേ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുക. രാമനാമം 108 പ്രാവശ്യം എഴുതിയാല് നല്ലത് നടക്കുമെന്നേ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ തന്നെ
നോക്കാം. ഓർഡർ ചെയ്തവര് പേയ്മെന്റിനെ പറ്റി പറയാൻ ഫോൺ വിളിച്ചതായിരിക്കും. ഹലോ, പ്രമീള ബിസിയാണോ? ആ അതെ, പ്രമീള പിസ സെക്രട്ടറിയാ സംസാരിക്കുന്നത്. ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിയിൽ നിങ്ങളുടെ പിസ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ പിസ ഞാൻ കഴിച്ചിട്ടില്ല. ഓ താങ്ക് യു. അടുത്ത മാസം എന്റെ മകന്റെ ബർത്ത്ഡേയാ. അതിന് നിങ്ങൾക്ക് പിസ ചെയ്ത് തരാൻ പറ്റുമോ? അതൊന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അയ്യോ, ഉറപ്പായിട്ടും ചെയ്തു തരാം. എത്ര എണ്ണം വേണ്ടി വരും ഏകദേശം? ഒരു 500 ഒക്കെ മതിയാവും മാഡം. 500? എന്താ പറ്റില്ലേ? ചേച്ചി